ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂർ വീടിൻ്റെ അടുത്തുള്ളൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാത്രിയിലത് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് കുരുത്തോല വെച്ച് അമ്പലം പോലെ ഒരുക്കി വെച്ചേക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. എന്തോ ഒരു ഭംഗിയാണെന്നറിയത് കാണാനായിട്ട്. വൃശ്ചിക മാസത്തെ തണുത്ത കാറ്റും ചെറിയ തണുപ്പും ഒക്കെയുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അന്തരീക്ഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഞാനും അമ്മയും കുഞ്ഞിനും ഒരു പപ്പയും കൂടിയാണ് കേട്ടോ ദേശങ്ങളൊക്കെ കാണാൻ പോയത്. നമ്മൾ കൊല്ലത്തായിരിക്കുമ്പോൾ ഇങ്ങനെ അമ്പലങ്ങളിൽ പരിപാടിയൊക്കെ ഒന്നും അങ്ങനെ പോകാറില്ല, അപൂർവമായിട്ട് പോകാറില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ പരിപാടികളിലും പങ്കെടുക്കും കേട്ടോ. അമ്പലങ്ങളിലാണെങ്കിൽ ഇവിടെ അങ്ങനെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും. പിന്നെ അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് കൊടുത്തിട്ട് അവൻ പപ്പടം മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ആഹാരമെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താലപ്പൊലി, കുട്ടികളുടെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കുറേ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ ദേശവിളക്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ താലപ്പൊലിയും വിളക്കുമായിട്ട് എഴുന്നള്ളത്ത് വരുന്നതാണ്. പിന്നെ നിറഞ്ഞ ഭക്തിയോടും വ്രതശുദ്ധിയോടും കൂടിയിട്ടാണ് കേട്ടോ. സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും ഈ പരിപാടിയിലൊക്കെ ഈ താലപ്പൊലിയിലും എല്ലാത്തിലും പങ്കെടുക്കണം. അത് നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ കണ്ണിന് നല്ല കുളിർമയും എന്തോ ഭയങ്കര ഭക്തിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരു പരിപാടികളും മാക്സിമം മിസ് ചെയ്യാറില്ല. എല്ലാ പരിപാടികൾക്കും ഇങ്ങനെ പോയി കാണാറും പങ്കെടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയും പപ്പയും എല്ലാവരും നമ്മളെല്ലാ പരിപാടികൾക്കും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അവർക്ക് അതിലൊരു മടിയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തരും. ഭയങ്കര ഒരു ഭാഗ്യമായിട്ടൊക്കെ കരുതും കേട്ടോ. എല്ലാ പരിപാടിക്കും നമ്മളെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കും കേട്ടോ. അതൊക്കെ തന്നെ ഒരു ഭാഗ്യമായിട്ട് എപ്പോഴും കരുതാറുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഇവിടെ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ആക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ.